2026 PSC കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ ക്വാർട്ടറിലും ഏത് എക്സാമുകളാണ് നടത്തുന്നത് എന്നുള്ള തീരുമാനം ഏറെക്കുറെ ആയിട്ടുണ്ട്. അത് കൃത്യമായി ജനുവരി 1 തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒറ്റ പേജിനകത്ത് കാണിക്കാവുന്നതല്ല സിവിൽ എഞ്ചിനീയറിംഗിലെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ 2026. നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി എക്സാമുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെ? നിങ്ങൾക്ക് കാണാൻ കഴിയും. ജനുവരി 2026 3 ഉണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3, ട്രേഡ്സ്മാൻ സിവിൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് AE. ഫെബ്രുവരി 2026 AE, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്, അതുപോലെ തന്നെ AE PWD എന്നിങ്ങനെയുള്ള എക്സാമുകളാണുള്ളത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിലവിൽ എക്സാമുകളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇനിയും വരാം. അതിനിടയിൽ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഇല്ലാതിരിക്കട്ടെ, പഠനത്തിന് തയ്യാറെടുക്കാനുള്ള ഒരു കൂൾ ടൈമായിട്ട് കരുതിയാൽ മതി. ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒത്തിരി എക്സാമുകളുണ്ട്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അത് NCA ആണ്, ST വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ, അത് SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് എല്ലാവർക്കും പറ്റുന്നത് തന്നെ. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 KSHBയിലേക്ക്, അതുപോലെ ഓവർസിയർ ഗ്രേഡ് 1 കേരള ടൂറിസം, ഗ്രേഡ് 1 ഡ്രാഫ്റ്റ്സ്മാൻ ST ആണ് PWD, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഹാർബർ എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓയിൽ പമ്പ് കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യം എക്സാമുകൾ 7 ആ ക്വാർട്ടറിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കുന്നത്. ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്നത് ഗ്രേഡ് 3 ഓവർസിയർ, അത് SC ST വിഭാഗത്തിന് വേണ്ടിയാണ് PWDയിലേക്ക്. AE ഇറിഗേഷൻ, അതുപോലെ തന്നെ KWA ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഹാർബർ, ഗ്രേഡ് 2 ഓവർസിയർ യൂണിവേഴ്സിറ്റീസ്. എന്ന് വെച്ചാൽ ഒത്തിരി പ്രധാനപ്പെട്ട എക്സാമുകൾ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ആ ക്വാർട്ടറാണ് ജൂലൈ, സെപ്റ്റംബർ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 3 മാസങ്ങളിലായിട്ട്. ഇനി കഴിഞ്ഞില്ല, ഓഗസ്റ്റ് മാസങ്ങളിലെ, ഓഗസ്റ്റ് ടു ഒക്ടോബർ മാസങ്ങളിലെ ട്രേസർ LSTD, AE സോയിൽ കൺസർവേഷൻ, ട്രേസർ സോയിൽ സർവേ എന്നീ എക്സാമുകളുണ്ട്. ഇനി അവസാന ടേമിൽ സെപ്റ്റംബർ ടു നവംബർ ആ കാലയളവിലാണ് KWA AE, അതുപോലെ ട്രേഡ്സ്മാൻ മാസണറി തുടങ്ങിയിട്ടുള്ള എക്സാമുകൾ വിളിച്ചിരിക്കുന്നത്. ശരിക്ക് പറയുകയാണെങ്കിൽ 1, 2, 5, 5, 7, 12, 12, 6, 18, 18, 3, 21, 2, 23 എക്സാമുകളാണ്. ചിലത് NCA ആണ്, ചിലത് SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എങ്കിലും അത്യാവശ്യം എക്സാമുകൾ ഉണ്ട്. ഇത് മാത്രമല്ല, ഇനി വരാവുന്ന ചില നോട്ടിഫിക്കേഷനുകളും ഇതിന്റെ ഇടയിൽ കയറി വരാം. സർവേയറിന്റെ എക്സാമും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിരവധി എക്സാമുകൾ ഉള്ള ഈ വർഷം ഇത്രയും ഒരു കലണ്ടർ വന്നപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കുറെ പേര് എന്നെ വിളിച്ച് ചോദിച്ചു, ഇതിനെല്ലാറ്റിനും കൂടിയുള്ള വല്ല ഒറ്റമൂലി ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഒറ്റമൂലിയൊക്കെ ഉണ്ട്. അതായത് ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെല്ലാറ്റിനും കൂടി പഠിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമ്മൾ ഒഴിവാക്കി. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് അതിനകത്തുണ്ട്. അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ KWA AE നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. അത് ഇപ്പോൾ വന്നേ ഉള്ളൂ. 1 മാസത്തിനുള്ളിൽ ആ ഒരു കോഴ്സും കൂടെ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രശ്നമാണ് ഉള്ളത്. സിലബസ് എങ്ങാനും മാറുമോ എന്നുള്ളൊരു ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ എക്സാമുകൾക്കുള്ള ഒറ്റമൂലി ഇപ്പോൾ തന്നെ വിൻസെന്ററിന്റെ സിവിൽ EC ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ഒറ്റമൂലിയാണോ നല്ലത്, അതോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണോ നല്ലത്? ചിന്തിക്കണം. AE ഒരു വ്യത്യസ്ത ലെവലാണത്. ഓവർസിയർ വേറെ ലെവലാണ്. അത് സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് വേറെ ലെവലാണ്, ഫസ്റ്റ് ഗ്രേഡ് വേറെ ലെവലാണ്. 3 വ്യത്യസ്ത ലെവലുകളിലൂടെ തന്നെ നമ്മൾ കാണണം. AEക്ക് വേണ്ടി പഠിക്കുന്ന ഒരാൾക്ക് തേർഡ് ഗ്രേഡ് ഓവർസിയർ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കണമെന്നില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഒറ്റമൂലിയുടെ പ്രശ്നമുള്ളത്. ഒറ്റമൂലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് വളരെ ചെറിയ ചെലവിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള അവസരം സിവിൽ EC ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വ്യക്തിപരമാണ്. ഓരോരുത്തരെ സംബന്ധിച്ച് ശരിയായൊരു തീരുമാനം എടുക്കണം. എങ്ങനെ പഠിക്കണം, ഏതാണ് ശരിയായ ട്രാക്ക്, നമുക്ക് യോജിച്ചത് ഏതാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് മാർഗങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ, വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വിളിക്കണ്ട, ഒരുപാട് പേര് വിളിച്ചാൽ ബുദ്ധിമുട്ടാവും. വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക. ഞാൻ എപ്പോഴെങ്കിലും റിപ്ലൈ തരാം. വൈകാതെ തന്നെ റിപ്ലൈ തരും.
അതായിരിക്കും നല്ലത്. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട. എൻ്റെ നമ്പറൊക്കെ പബ്ലിഷ്ഡ് ആണ്. 7012433313 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഏതായാലും ഈ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ വർഷം തന്നെ ജോലിക്ക് കയറണം. ഇതാണ് നമ്മുടെ തീരുമാനം. അതിനുവേണ്ടി ഏറ്റവും മികച്ച രീതിയിലുള്ള കോഴ്സുകൾ സിവിൽ ഈസിയിലൂടെ ഇതിനകം തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ ഡെമോ കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സിവിൽ ഈസി ആപ്ലിക്കേഷനിലെ മെമ്പർഷിപ്പ് പ്ലാനുകളിൽ civilisi.in എന്ന സൈറ്റിൽ കയറുക, മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പേജിലേക്ക് കയറുക. അതിനകത്ത് നിരവധി മെമ്പർഷിപ്പ് പ്ലാനുകളുണ്ട്. അതിൽ ബ്രോൺസ് പ്ലാൻ ഉണ്ട്, ഫ്രീ ആണ്. ആ ബ്രോൺസ് പ്ലാനിനകത്ത് അത് 1 month ആകട്ടെ, 3 month ആകട്ടെ, 6 month ആകട്ടെ, 12 month ആകട്ടെ, എല്ലാ ബ്രോൺസ് പ്ലാനിനകത്തും നമ്മൾ ഡെമോ കോഴ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപയോഗിച്ച് നോക്കാം. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ആ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. അതും മന്ത്ലി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യാം, അത് മതിയെന്നാണ് ഞാൻ പറയുക. ഇനി ജനുവരി 7 വരെ നമ്മൾ ന്യൂ ഇയർ ഓഫർ വെച്ചിട്ടുണ്ട്. 6 മാസത്തെ ഫീ ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ 1 മാസം എക്സ്ട്രാ വാലിഡിറ്റി ഉണ്ട്. 12 മാസത്തെ ഫീ ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ 3 മാസത്തെ വാലിഡിറ്റി എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിസ്സാര ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡെമോ കോഴ്സുകൾ കണ്ടു നോക്കുക. തികച്ചും ഫ്രീ ആണ്. ആർക്കെങ്കിലും അത് എടുക്കാൻ അറിയാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ വാട്സപ്പിൽ ഞാനുമായിട്ടോ ഓഫീസുമായിട്ടോ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഹെൽപ്പും, അത് ഏത് സമയത്താണെങ്കിലും ഏത് ദിവസമാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. ഏതായാലും 2026 സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഭാഗ്യവർഷം തന്നെയാണ്. കാരണം ഇത്രയധികം എക്സാമുകൾ എഴുതാൻ സാധിക്കുക, ഒന്നിച്ച് എഴുതാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടിയിരിക്കുന്നു. വളരെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തി ഈ എക്സാമുകളെ സമീപിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സിവിൽ ഈസിയിൽ ഇതിനുള്ള ഒറ്റമൂലിയുണ്ട്. ഇനി സെപ്പറേറ്റ് ആയിട്ടാണ് വേണ്ടത് എങ്കിൽ അതിനുള്ള അവസരവും നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. നമുക്ക് യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ തീർച്ചയായും സഹായിക്കാൻ ഞാനുണ്ടാകും. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിലൂടെ 7012433313 എന്ന നമ്പറിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം തന്നെ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.